മലപ്പുറം തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുഴുശല്യത്തിനെതിരെ വിദ്യാർത്ഥികളുടെ സമരം. പുഴു കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് വീണു. കുട്ടികൾ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിക്കുകയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറിയ കുട്ടികൾ സ്വമേധയാ ഒരു സ്കൂളിലെ കുട്ടികൾ സമരം ചെയ്യുന്നത് അപൂർവമായിട്ട് സംഭവിക്കുകയാണ്. ഇതിപ്പോൾ തിരൂരിൽ BP അങ്ങാടിയിൽ സംഭവിക്കുന്നു. എന്താണ് കാരണം, എന്താണ് വിശദാംശങ്ങൾ? അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു സമരം തന്നെയാണ്. അത്തരത്തിൽ സ്കൂളിന്റെ വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാലാകാലങ്ങളായി അവരുടെ ആവശ്യമാണ്. അത്തരത്തിൽ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് അവർക്ക് വിദ്യാലയത്തിലുള്ളത്. പറഞ്ഞു മടുത്തിട്ടും ഇനിയും കാര്യമില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഈ ശൗചാലയങ്ങൾ ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു പ്രധാന കാരണമായി പറയുന്നത്. 25 കുട്ടികൾക്ക് 1 എന്ന നിലയിലാണ് ശൗചാലയങ്ങൾ ഈ വിദ്യാലയങ്ങളിൽ വേണ്ടത്. പക്ഷേ അത്തരത്തിൽ വൃത്തിഹീനമായ ശൗചാലയങ്ങളാണ് വിദ്യാലയത്തിലുള്ളത്. ഒപ്പം തന്നെ ഈ ക്ലാസ് മുറിക്ക് അരികിലായി ഉള്ള ഓടയുണ്ട്. ഒപ്പം ഇവിടെയൊക്കെ പുഴുക്കൾ ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. ഒരു കുട്ടിയുടെ മേലിൽ ഇന്ന് രാവിലെ പുഴു വീണപ്പോൾ അധ്യാപകരോട് പറഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ചോറ്റുപാത്രത്തിലേക്ക് പുഴു വീണു. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനിയും പറയാനില്ല, ഇനി പ്രവർത്തിച്ചു കാണിക്കാം ഈ സമരം എന്ന രീതിയിലാണ് ഒരു പ്രതിഷേധത്തിന് എന്തായാലും വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാലാകാലങ്ങളായുള്ള ആവശ്യമാണ്. അതിന് ഇനിയും പരിഹാരം കണ്ടേ മതിയാവൂ എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. BP അങ്ങാടി വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികളാണ് ഇത്തരത്തിലൊരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അഭിലാഷ്, കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സമരം അധികം കണ്ടിട്ടില്ല. അവിടെ സ്കൂളിലെ കുട്ടികൾ സ്വമേധയാ വിദ്യാർത്ഥി സംഘടനകളുടെ ഒന്നും ലേബലിൽ അല്ലാതെ സമരം ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. BP അങ്ങാടിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ, ഇതൊരു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ സ്കൂളിലെ കുട്ടികളാണ് പുഴു ശല്യത്തിനെതിരെ സമരം ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളൊന്നും കണ്ടതിന് ശേഷം ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി വരാം.